വളരെ പ്രധാനപ്പെട്ട ഒരു ദുരന്ത വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. കോഴിക്കോട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന കാറിന് തീ പിടിച്ച് ഡ്രൈവർ വെന്ത് മരിച്ചിരിക്കുന്നു. കോഴിക്കോട് കോന്നാട് ബീച്ചിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. കോഴിക്കോട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ച് ഡ്രൈവർ വെന്ത് മരിച്ചിരിക്കുന്നു. കാലല്ല കാന്ന് എല്ലാം ഒന്നും ചെയ്യാനില്ല. സാറേ തീ കടത്താൻ പറയും പൊട്ടുപോയാൽ പൊട്ടിത്തെറിക്കും. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ചുവന്ന നിറത്തിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെടുക എന്ന് പറഞ്ഞാൽ തീ പിടിക്കുക. അത് തീ കത്തിക്കൊണ്ടിരിക്കെ തന്നെ അതിൻ്റെ പെയിൻ്റ് എല്ലാം പോയി വെളുത്ത നിറത്തിലേക്ക് മാറിയിരിക്കുന്നു. പിന്നീട് അടുത്തെത്തിയവർ പറയുന്നുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന്. ഇനി ഒന്നും ചെയ്യാനില്ല എന്നതിൻ്റെ അർത്ഥം അതിനകത്ത് ഡ്രൈവർ ഉണ്ടായിരുന്നു. ആ ഡ്രൈവർ കത്തിക്കരിഞ്ഞ് പോയിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ദുരന്തകരമായ ഒരു വാർത്തയാണ്. ഫയർഫോഴ്സ് അവരാൽ കഴിയുന്നതെല്ലാം ചെയ്തു, പക്ഷേ ഒന്നും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. മേഘ്ന മുരളി അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു കോഴിക്കോട്ട് നിന്ന്. സമയത്തിന് മുന്നെയാണ് ഈ ദാരുണാന്ത്യം ഉണ്ടാകുന്നത്. ഓടിക്കൊണ്ടിരുന്ന വാഗണർ കാറിനാണ് തീ പിടിച്ചത്. ശേഷം ഈ കാർ പൂർണ്ണമായും കത്തിനശിക്കുകയും അതിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ ഡ്രൈവർ മരിക്കുകയും ദാരുണാന്ത്യം സംഭവിക്കുകയും ചെയ്യുകയായിരുന്നു. അതിൽ ഒരു ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു കാർ തീ പിടിക്കാനുള്ള ഒരു കാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. മീൻചന്ത, ബീച്ച്, വെള്ളിമാട് തുടങ്ങിയ ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് ഫയർ യൂണിറ്റുകൾ എത്തിയാണ് ഇപ്പോൾ ആ തീ അണച്ചിട്ടുള്ളത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള, അതായത് തീ ആദ്യ ഘട്ടത്തിൽ തന്നെ ഒരു തീ ഉയർന്ന സാഹചര്യത്തിൽ ഈ ഡ്രൈവർ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും കാറിൻ്റെ സീറ്റ് ബെൽറ്റ് ലോക്കാവുകയും അതങ്ങനെ ഒരു രക്ഷപ്പെടാൻ കഴിയാതെ വരികയുമായിരുന്നു. ഈ കോന്നാട് ബീച്ച് എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ കൂടുതലായി ഉള്ള ഈ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ കൂടുതലായി പണി ചെയ്യുന്ന ഒരു സമയമാണ്. അവർ സംഭവസ്ഥലത്തെത്തി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവരും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവരും പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഒരു അരമണിക്കൂർ സമയത്തെ ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഈ തീ പൂർണ്ണമായി വരുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ കാർ സർക്യൂട്ടുമാണ് തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നതാണ്. കാർ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. മാത്രമല്ല മരിച്ചത് ആരാണ് എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ ഒരു വ്യക്തതയില്ല. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതിൽ ഈ കാറിന്റെ നമ്പർ പ്ലേറ്റ് അടക്കം പരിശോധിച്ചുകൊണ്ട് ആരാണ് മരിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വരുത്താൻ ശ്രമിക്കുകയാണ്. കാറ് കത്തിക്കൊണ്ടിരുന്ന ആദ്യഘട്ടത്തിൽ അത് ചുവന്ന നിറത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ നമ്പർ പ്ലേറ്റ് കാണുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കാവുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തീ പിടിച്ച ഉടൻ രക്ഷപ്പെടാൻ വേണ്ടി സീറ്റ് ബെൽറ്റിൽ നിന്ന് വിമുക്തനാവാൻ നോക്കിയപ്പോൾ സീറ്റ് ബെൽറ്റ് ലോക്കായി പോയി എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി അത് ലോക്കായി പോകുന്ന രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ സീറ്റ് ബെൽറ്റിൻ്റെ പ്രവർത്തനം അതൊരു പ്രശ്നമായി മാറുന്നുണ്ട് എങ്കിൽ അത് ചർച്ചാ വിഷയമാകേണ്ടതുമാണ്. എന്തായാലും മരിച്ച വ്യക്തിയുടെ, ഈ ദുരന്തത്തിനിരയായ വ്യക്തിയുടെ പേര് വിവരങ്ങൾ അല്പസമയത്തിനകം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് കോന്നാടി ബീച്ചിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ച് ഡ്രൈവർ വെന്തു മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത.